നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ്. സിക്സ് ഓഫ് കപ്സ് എനർജിയാണ്. ലവേഴ്സ് കാർഡും ഉണ്ട് കേട്ടോ, 2 കാർഡ്സ് ഉണ്ട്. ഇവിടെ സിക്സ് ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് ഈ റിലേഷനിലോ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നുള്ളതാണ്. ഒരു മുൻജന്മ ബന്ധം നിങ്ങൾ തമ്മിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ലവേഴ്സ് കാർഡ് കാണിക്കുന്നത് ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷനും അതുപോലെ ഒരു ഫിസിക്കൽ അട്രാക്ഷനും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അത്രയും ഒരു ഇമോഷണൽ കണക്ഷൻ ഇവിടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഒരു ഫിസിക്കൽ അട്രാക്ഷനും ഉണ്ട് കേട്ടോ. ഒരു ഫിസിക്കൽ അട്രാക്ഷൻ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അതുമല്ല ഇവിടെ ഇതൊരു പാസ്റ്റ് ലൈഫിലെ ഒരു കണക്ഷനാണ്, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അതൊരു കാർമിക് ആയിട്ടുള്ള കണക്ഷനാണ്. ലവേഴ്സ് കാർഡ് കാണിക്കുക ഒരു കാർമിക് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കേട്ടോ. അപ്പം ഇവിടെ ഈ ഒരു സിക്സ് ഓഫ് കപ്സും ലവേഴ്സ് കാർഡും കൂടി ഒന്നിച്ചു വരുമ്പം ഇവിടെ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ഇരിക്കുന്ന ഒരു കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. 10 ഓഫ് പെന്റിക്കിൾസ് എനർജി കാണിക്കുന്നുണ്ട്. ആ ഒരു കർമ്മയുടെ ഫലമായിട്ട്, അതായത് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ശക്തമായിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ ഒന്നിക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് സാഹചര്യങ്ങളാണ് തടസ്സം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ്, ഫാമിലി, അങ്ങനെ നിങ്ങൾക്ക് ഇടയിലുള്ള ആളുകളാണ് തടസ്സം എന്നുണ്ടെങ്കിൽ ആ ഒരു കർമ്മയുടെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു കാർമിക് റിലേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും ഇമോഷണൽ കണക്ഷനും ഉണ്ടെങ്കിലും ചുറ്റിനും നിങ്ങൾക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. 2 ഓഫ് സോഴ്സ് എനർജിയാണ്. അങ്ങനെ മറ്റുള്ളവരുടെ ആ ഒരു തടസ്സം, മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻ എതിരായിട്ട് നിൽക്കുന്നത് കൊണ്ട് അത് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇത് ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. അപ്പം അതായത് മറ്റുള്ളവർ നിങ്ങളെ ആ രീതിയിൽ, നിങ്ങളെ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സണെ ആണെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ഈ റിലേഷനിൽ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ അതിൽ ചില സമയത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും, എന്നാൽ ഇവരോടുള്ള ആ ഒരു ഇന്റൻസ് ആയിട്ടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ ഈ റിലേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തിട്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നടക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പൊ നടക്കുന്നില്ലെങ്കിൽ മുന്നോട്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റഡ് ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 5 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇപ്പൊ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതിന്റെ റീസൺ ഇതുപോലെ അവരുടെ സാഹചര്യം കൊണ്ട്, അല്ലെങ്കിൽ ഫാമിലി സിറ്റുവേഷൻസ് കൊണ്ട് അവർ മാറി നിൽക്കുന്നതായിട്ടാണ്. എതിർപ്പുകൾ കാരണം മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. 4 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷൻ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീലിങ്സിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഈ റിലേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇത് സത്യത്തിൽ ഈ ഒരു സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വിഷമം നിങ്ങളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ആ ഒരു സ്നേഹം. ഇത് കണ്ടോ, ഇത് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ആ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. പക്ഷെ നിങ്ങൾ കരുതുന്നത് ഈ റിലേഷൻ എനിക്ക് നഷ്ടമായി, ഈ ഒരു സ്നേഹം എനിക്ക് നഷ്ടമായി, ഈ പേഴ്സൺ എന്നെ വിട്ടുപോയി എന്നായിരിക്കും കരുതുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല, റിലേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. 9 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് റിലേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോഴേ എത്ര പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സക്സസ് ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻഡിങ് തന്നെ ആയിരിക്കും ഈ ഒരു റിലേഷനിൽ മുന്നോട്ട് വരിക എന്നുള്ളതാണ് കാണിക്കുന്നത്.
അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. റിവീൽ എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ റിലേഷനിലെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ ഇഷ്യൂസ് എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. ഫാമിലിയുടെ ഭാഗത്തു നിന്നാണോ, ആരുടെ ഭാഗത്തു നിന്നാണ് പ്രശ്നങ്ങൾ ക്രിയേറ്റഡ് ആവുന്നത്, ആരാണ് തടസ്സമായിട്ട് ഈ റിലേഷനിൽ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. സോൾ ടൈ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് സോൾ കണക്ഷന്റെ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹം, ഇമോഷണൽ ബോണ്ടിങ്, ആ ഒരു കണക്ഷന്റെ ആണ് ഈ കാണിക്കുന്നത്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിലുള്ളത് കൊണ്ടാണ്. എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഈ റിലേഷനിൽ വന്നാലും നിങ്ങൾക്ക് ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഈ റിലേഷനിൽ ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും, ഒരു ക്ലാരിറ്റി വരും എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഒരു ക്ലാരിറ്റി വരും. നിങ്ങളുടെ പേഴ്സണെ ചിലപ്പോൾ നിങ്ങൾ ചില സമയത്ത് സംശയിക്കുന്നുണ്ടാവാം, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്, ശരിക്കും ഇവർക്ക് ശരിക്കും സ്നേഹമുണ്ടോ നിങ്ങളോട് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവാം. അപ്പം അതിലൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നതാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം. ഉത്രാടം, എറണാകുളം, പൂരുട്ടാതി, ആയില്യം, 1993, കൊല്ലം, ലെറ്റർ ഡി, കാസർഗോഡ്, 1987, കോഴിക്കോട്, ഫെബ്രുവരി, അനീഴം, 1997, 1994, 1992, 1988, 2000, ലെറ്റർ എഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.